ബോൺജോർണോ തൂത്തി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു കുടുംബത്തിലെ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ പേരുകളൊക്കെയാണ്, അതായത് അച്ഛൻ, അമ്മ എന്നിവരെയൊക്കെ എങ്ങനെയാണ് ഇറ്റാലിയനിൽ പറയുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ല ഫമീലിയ. ല ഫമീലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫാമിലി. ല എന്നത് ആർട്ടിക്കിളാണ്, പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ദ എന്ന ആർട്ടിക്കിളാണ്. ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ല ഫമീലിയ, ദ ഫാമിലി. ഇൽ നൊന്നോ. ഇൽ നൊന്നോ. നൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് ഫാദർ, അതായത് അപ്പയുടെ അപ്പൻ അല്ലെങ്കിൽ അമ്മയുടെ അപ്പനെ നമ്മൾ എന്ത് വിളിക്കും? ഇൽ നൊന്നോ എന്നാണ് ഇറ്റാലിയയിൽ പറയുന്നത്. ഇൽ നൊന്നോ. ല നൊന്ന. ല നൊന്ന. ല നൊന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് മദർ, അതായത് അപ്പയുടെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ല നൊന്ന എന്നാണ് ഇറ്റാലിയയിൽ പറയുന്നത്. ല നൊന്ന. ഈ നൊന്നി. ഈ നൊന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൊന്നോയും നൊന്നയും ചേർന്നിട്ടാണ് ഈ നൊന്നി എന്ന വേർഡ് ഉണ്ടാകുന്നത്. അതായത് ഗ്രാൻഡ് പാരൻസ് രണ്ടുപേരും, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ചേർന്ന് ഗ്രാൻഡ് പാരൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അതിനെയാണ് ഈ നൊന്നി എന്ന് ഇറ്റാലിയയിൽ പറയുന്നത്. ഈ നൊന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരൻസ്. നെക്സ്റ്റ് വൺ, ഇൽ പാദ്രെ. ഇൽ പാദ്രെ. ഇൽ പാദ്രെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാദർ, അച്ഛൻ എന്നുള്ള അർത്ഥത്തിൽ. ല മാദ്രെ. ല മാദ്രെ. മദർ, അമ്മ. ല മാദ്രെ. എന്നാൽ നമ്മൾ ആരും ഫാദർ, മദർ എന്നൊന്നും വിളിക്കില്ല അല്ലേ? നമ്മൾ അമ്മ അല്ലെങ്കിൽ അച്ഛ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ ഇൽ പപ്പ എന്നാണ് ഇറ്റാലിയനിൽ ആരെ വിളിക്കുന്നത്? ഡാഡ്. അച്ഛനെ അല്ലെങ്കിൽ അപ്പയെ വിളിക്കുന്നത് എന്താണ്? ഇൽ പപ്പ. ഇൽ പപ്പ. ല മമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോം. നമ്മൾ അമ്മയെ എന്താ പറയുന്നത്? മോം എന്ന് പറയും ഇംഗ്ലീഷിൽ. ല മമ്മ എന്നാണ് ഇറ്റാലിയനിൽ പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, എനിക്ക് ശേഷം നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുക. ല ഫമീലിയ. പ്രവാത്ത് തീരെ. ഇൽ നൊന്നോ. Il nonno. ല നൊന്ന. La nonna. ഈ നൊന്നി. I nonni. ഇൽ പാദ്രെ. Il padre. ല മാദ്രെ. La madre. ഇൽ പപ്പ. Il papà. ല മമ്മ. La mamma. നെക്സ്റ്റ് വൺ, ഈ ജെനിറ്റോറി. ഈ ജെനിറ്റോറി എന്ന് പറഞ്ഞിട്ട് പാരൻസ്, അതായത് അച്ഛനെയും അമ്മയെയും കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് പറയുന്നു? ഈ ജെനിറ്റോറി എന്ന് പറയുന്നു. ഈ പരേൻറ്റി. ഈ പരേൻറ്റി. ഈ പരേൻറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ റിലേറ്റീവ്സ് ആണ് കേട്ടോ, ബന്ധുക്കളാണ്. ചിലർ തെറ്റിച്ച് പറയുന്നുണ്ട്, ഈ മിയായി പരേൻറ്റി എന്നൊക്കെ പറയും. അവർ ഉദ്ദേശിക്കുന്നത് അച്ഛനെയും അമ്മയും ആയിരിക്കും, പക്ഷെ പറയുന്നത് പരേന്തി എന്നാണ്. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ പരേന്തി എന്ന് ഇറ്റാലിയയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റിലേറ്റീവ്സ് എന്നാണ്, അച്ഛനമ്മ എന്നല്ല. അച്ഛനമ്മ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജെനിറ്റോറി എന്ന വേർഡാണ് ഉപയോഗിക്കേണ്ടത്. ഈ ജെനിറ്റോറി. ല ഫീല്യ. ല ഫീല്യ. ല ഫീല്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോട്ടർ, മകൾ എന്നുള്ള അർത്ഥത്തിലാണ്. ല ഫീല്യ. ഇൽ ഫീല്യോ. ഇൽ ഫീല്യോ, സൺ, മകൻ എന്ന അർത്ഥത്തിലാണ് എന്ത് പറയുന്നത്? ഇൽ ഫീല്യോ. ഈ ഫീലി. ഈ ഫീലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻ, മക്കൾ. ഫീല്യ, ഫീല്യോ ഒരുമിച്ച് എന്താകുന്നു? മക്കളാകുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ഈ ഫീലി എന്ന് പറയുന്നു. ഈ ഫീലി, ചിൽഡ്രൻ. ഇൽ ഫ്രത്തേല്ലോ. ഇൽ ഫ്രത്തേല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രദർ, സഹോദരൻ എന്നർത്ഥമാണ്. എന്നാൽ ഒന്നിലധികം സഹോദരന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രത്തേലി എന്നാണ് പറയുന്നത്. അവിടെ വരുമ്പോൾ ഈ എല്ല് മായ്ച്ചു കളയുക. ഇവിടെ ഓയ്ക്ക് പകരം എന്ത് ചേർക്കണം? ഐ ഇടണം. ഈ ഫ്രത്തേലി. അങ്ങനെയാണെങ്കിൽ ബ്രദേഴ്സ് എന്നർത്ഥം വരും ഈ ഫ്രത്തേലി. അതേസമയം ഒരു ബ്രദറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇൽ ഫ്രത്തേല്ലോ എന്നാണ് പറയുന്നത്. ഒത്തിരി ബ്രദേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രത്തേലി എന്ന് പറയണം. ല സൊറേല്ല. ല സൊറേല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ, സഹോദരി എന്നാണ് അതിൻ്റെ അർത്ഥം. അനിയത്തിയോ ചേച്ചിയോ ആരുമാകാം. ല സൊറേല്ല എന്നാണ് പറയുന്നത്, സിസ്റ്റർ. ഇനി ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലെ സൊറേല്ലേ. ഇവിടെ എ മായ്ച്ചു കളഞ്ഞിട്ട് ഇ എഴുതുക. ഇവിടെയും അതുപോലെ തന്നെ ലെസൊറേലെ. ലെസൊറേലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സിസ്റ്റേഴ്സ്. ലെസൊറേലെ. ഒരു സഹോദരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലസൊറേല. ഒത്തിരി സഹോദരിമാരുണ്ടെന്നുണ്ടെങ്കിൽ ലെസൊറേലെ. ഇൽ സിയോ. ഇൽ സിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിൾ, ദ അങ്കിൾ. ഇൽ സിയോ, അങ്കിൾ. ല ജിയ, ഓണ്ട്. ല ജിയ, ഓണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി. നെയിംസ് ഒന്നും കൂടി പറഞ്ഞു തരാം, എനിക്ക് ശേഷം ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. ഓക്കെ. ഈ ജെനിറ്റോറി. I genitori. I parenti. I parenti. La
figlia, la figlia, il figlio, il figlio, i figli, i figli, il fratello, il fratello, la sorella, la sorella, il zio, il zio, la zia. la zia. ഫാമിലി മെമ്പേഴ്സിൻ്റെ നെയിംസ് നോക്കുമ്പം അതൊരു 30-40ഓളം ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി ലോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാകും. നിങ്ങൾ ഈ 17 എണ്ണം, അതായത് ഫാമിലി അടക്കം 17 നെയിംസാണ് പഠിപ്പിച്ചേക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നെയിംസ് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. ഗ്രാzie.